ലഹരി എന്ന് പറയുമ്പോൾ പലതരത്തിൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ആക്രമണം, അതേ തുടർന്നൊരു മരണവും ഉണ്ടായി. പറഞ്ഞു വരുന്ന ഡോക്ടർ വന്ദനാദാസിന്റെ കാര്യമാണ്. ജോലിക്കിടെയാണ് ഡോക്ടർ വന്ദനാദാസിന് ജീവൻ നഷ്ടമാകുന്നത്. അപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കടുത്തുരുത്തി മധുരവേലിയിലെ ആശുപത്രി മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. സന്ദീപ് എന്നയാളാണ് വന്ദനാദാസിനെ, അദ്ദേഹവും ലഹരി ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു, അയാളാണ് വന്ദനാദാസിനെ ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് ജീവൻ നഷ്ടമാവുകയായിരുന്നു. അപ്പോൾ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത്. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി ചേരുന്നത് കോട്ടയത്ത് നിന്ന്. ടോബി, അങ്ങനെ ഡോക്ടർ വന്ദനാദാസിന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു ആശുപത്രി വേണം എന്നുള്ളത്. ഇപ്പോൾ അത് മാതാപിതാക്കൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും വന്ദനയുടെ വലിയൊരു സ്വപ്നമായിരുന്നു തന്റെ നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക്, സാധാരണക്കാരായുള്ള ആളുകൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക. അതും കൂടുതൽ ചെലവുകളൊന്നുമില്ലാതെ ഒരു മികച്ച സേവനം, ആശുപത്രി സേവനം ലഭ്യമാക്കുക എന്നുള്ളത്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അവിചാരിതമായി ആ ഒരു ദാരുണ സംഭവം ഉണ്ടായി വന്ദനയ്ക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വന്നത്. എന്തായാലും അവളുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അത് ഏറ്റെടുത്ത് മാതാപിതാക്കൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത്. നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ ആലപ്പുഴയിലെ തൃക്കുന്നത്ത് പുഴയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്തുരുത്തിയിൽ സ്വന്തം നാട്ടിൽ തന്നെ മധുരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് 6 കിടത്തി ചികിത്സ അടക്കം ഉൾപ്പെടെ 6 ബെഡുകളോടുകൂടി ഒരു ചെറിയ സംരംഭമാണെങ്കിലും ഒരു ആശുപത്രി, വന്ദനാദാസിന്റെ പേരിൽ ഒരു ആശുപത്രി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മന്ത്രി VN വാസവൻ ഔദ്യോഗികമായി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ചെറിയൊരു സംരംഭമാണ്, ചെറിയ 6 ബെഡുകൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരുമുണ്ട്. എന്നാൽ അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ വിപുലമായിട്ടുള്ള ഒരു ആശുപത്രിയായി മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നാണ് മന്ത്രി VN വാസവനും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണ, നമ്മുടെ വലിയപറമ്പ് തൃക്കുന്നപ്പുഴയിലായിരുന്നു ആദ്യ ആശുപത്രിയുടെ ഉദ്ഘാടനം. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്, അന്നത്തെ ഗവർണർ. അപ്പോൾ അവിടെ ഞാനും പോയിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഈയിടെ അദ്ദേഹം 24 സന്ദർശിച്ചു ഡോക്ടർ വന്ദനയുടെ അച്ഛൻ മോഹൻദാസ്. അദ്ദേഹം നമ്മളൊരു കാര്യം പറഞ്ഞത്, ഈ ആശുപത്രി കൊണ്ടുപോയി, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അങ്ങയുടെ കാലശേഷമൊക്കെ ഈ ആശുപത്രി കൊണ്ടു നടക്കുക, അതുപോലെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഡോക്ടേഴ്സ് ഉണ്ടാവുക, അതൊക്കെ വലിയ പാടല്ലേ? പ്രത്യേകിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികളൊക്കെ വലിയ രീതിയിൽ വലസുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത് കൊണ്ട് നടക്കുക, വലിയ പ്രാടായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം നമ്മുടെ ആളുകളുടെ ഒരു സഹായം അദ്ദേഹം തേടുന്നത്. ഒരുപാട് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ സഹായിക്കാം. പിന്നെ ആളുകൾക്ക് ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായിട്ട്, സാക്രിഫൈസിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി സർവീസ് നടത്താം. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ഒരു കണ്ണീർ ഓർമ്മയാണ് ഡോക്ടർ വന്ദന എന്ന് പറയുന്നത്. 50 തവണയാണ് ആ കുട്ടിയെ കുത്തിയത്. ആ താലൂക്ക് ആശുപത്രിയിലെ ആ രംഗം, അത് വാർത്തയിൽ ആദ്യം വായിക്കേണ്ട അവസ്ഥ വന്നതും എനിക്കാണ്. കാരണം ആ കുട്ടി തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ ആശുപത്രിയിൽ ആ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്ന് അവിടുത്തെ തന്നെ ഒരാൾ എന്നോട് ഫോണിൽ വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു 10 സെക്കൻഡ് സംസാരിക്കാൻ പറ്റിയില്ല, എന്താ പറയേണ്ടതെന്നുള്ളത്. ഞാൻ വിചാരിച്ച ആ കുട്ടി രക്ഷപ്പെടുമെന്ന്. പക്ഷേ വന്ദന നമ്മളെ വിട്ടുപോയി. അപ്പോൾ വന്ദനയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ആശുപത്രിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ മാതാപിതാക്കൾക്ക് ഇനി അവരുടെ ജീവിതകാലത്ത് കണ്ണീര് തോരില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.